ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. നിക്കോദീമോസിന്റെ സംഭാഷണത്തിന്റെ ഭാഗം കഴിഞ്ഞിട്ട് ഈ അധ്യായത്തിൽ ഈ 31 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങളായിട്ട് സ്നാപകന്റെ ശിഷ്യന്മാരോട് ഈശോയെ കുറിച്ചൊരു സാക്ഷി നൽകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഈശോയെ കുറിച്ച് ഇങ്ങനെ സംശയം അവർ ചോദിക്കുന്നുണ്ട്. നീ ജ്ഞാനസ്നാനം നൽകിയോ, എന്തോ അപ്പുറം നിന്ന് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയെ കുറിച്ച് ഒന്നിങ്ങനെ ഒരു സംശയാസ്പദമായ രീതിയിൽ സ്നാപകനോട് സംസാരിക്കുമ്പോൾ സ്നാപകൻ ഈശോയെ കുറിച്ച് നൽകുന്ന ഒരു സാക്ഷ്യമാണ് ഈ സുവിശേഷ ഭാഗം. ഇവിടെ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവര് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവവും അവന്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഇവിടെ 3-ാം അധ്യായത്തിലെ 33-ാം വാക്യം 333 എന്നൊക്കെ പറയുന്ന സംഖ്യയായിട്ട് ബന്ധപ്പെട്ട് ചില ഈ 666 എതിരായിട്ടൊക്കെ ഉള്ളൊരു പഠനമൊക്കെ ഉണ്ടല്ലോ. അങ്ങനൊരു ബൈബിളായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ചില ചിന്തകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഈ 3-ാം അധ്യായത്തിലെ 33-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ആ വാക്യം എങ്ങനെയാണ്? സ്നാപകൻ പറയാണ്, അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവെക്കുന്നു. അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവെക്കുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ whoever receives his testimony sets his seal to this that God is true. ദൈവം സത്യമാണെന്ന്, ദൈവം സത്യവാനാണെന്ന്, അല്ലെങ്കിൽ സത്യദൈവമാണെന്ന് മുദ്രവെക്കുന്ന കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. whoever receives his testimony, അവന്റെ സാക്ഷ്യം, യേശുവിന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ, യേശുവിനെ കുറിച്ചുള്ള യേശുവിന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവെക്കുന്നു. നമ്മൾ ഈ മുദ്ര എന്ന് പറയപ്പെടുന്ന വാക്ക്, സീൽ എന്ന് പറയപ്പെടുന്ന വാക്ക്, അത് വളരെ വ്യക്തമായിട്ടും ദൈവശാസ്ത്രത്തില് കുദാശകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് വായിക്കാൻ സാധിക്കാം. അറിയാം, വെളിപാട് പുസ്തകത്തിൽ മുദ്രകളെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്യൂർലി ഈ കുദാശകളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കൗദാശിക മുദ്ര, സാക്രമെന്റൽ സീൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. കുദാശ സ്വീകരിക്കുമ്പോൾ മുദ്ര വയ്ക്കപ്പെടുന്നു, ആത്മാവിൽ മുദ്ര വയ്ക്കപ്പെടുന്നു. ആത്മാവിൽ മുദ്രവെക്കുന്ന കുദാശകൾ 3 അതുകൊണ്ട് തന്നെ ഈ കുദാശകൾ രണ്ടാമത് സ്വീകരിക്കാൻ അനുവാദമില്ല, രണ്ടാമത് സ്വീകരിക്കാൻ ആവശ്യമില്ല. കാരണം ആത്മാവിൽ അതിന്റെ മുദ്ര പതിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഒന്ന്, ജ്ഞാനസ്നാനം. ഒരാൾ ഒരിക്കൽ ക്രൈസ്തവനായി ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു ജ്ഞാനസ്നാനമില്ല. അയാൾ ഇനി മതം മാറി വേറെ ഏതെങ്കിലും മതത്തിലൊക്കെ പോയി ജീവിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ക്രിസ്ത്യാനി ആകണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജ്ഞാനസ്നാനം കൊടുക്കുന്ന ഏർപ്പാടില്ല. കാരണം ഓൾറെഡി അയാളുടെ ഉള്ളിലൊരു ക്രിസ്തു സ്വന്തമാക്കി എന്നുള്ളൊരു മുദ്ര പതിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ പിന്നീട് രണ്ടാമത് മുദ്ര വയ്ക്കപ്പെടേണ്ട ആവശ്യമില്ല. അയാളെ മാപ്പി ഒതുക്കുകയും മാപ്പ് സ്വീകരിച്ചുകൊണ്ട് വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് വീണ്ടും സഭയിൽ അംഗമാവുകയും ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ഥൈര്യലേപനം സ്വീകരിച്ചിരുന്ന ഒരാള് സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടിയോ എന്നൊരു സംശയത്തിൽ വീണ്ടും സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ പോകുന്ന ഒരു പരിപാടിയില്ല. അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ചൈതന്യം നശിപ്പിക്കുന്ന രീതിയിൽ ജീവിച്ചിട്ട് പിന്നെ വീണ്ടും സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന പരിപാടി. കാര്യം ഒരിക്കൽ ആ കൗദാശിക മുദ്ര അയാളുടെ ആത്മാവിൽ ഈശോ മുദ്ര ചെയ്യുന്ന സമയത്ത് അത് അവിടെ പതിപ്പിക്കപ്പെട്ട് പിന്നെ ഒരിക്കലും അത് എടുത്തു മാറ്റപ്പെടുന്നില്ല. ഒരാൾ ക്രിസ്ത്യാനിയായി മാറുമ്പോൾ ക്രിസ്തുവിന്റെ മുദ്ര അദ്ദേഹത്തിൽ പതിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ പൂർണ്ണത എന്നോണം, സാക്രമെന്റ് ഓഫ് ഇനിഷിയേഷൻസിന്റെ പൂർണ്ണത, പ്രാരംഭ കുദാശകളുടെ പൂർണ്ണത എന്നോണം ഒരാൾ സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോൾ അയാളിൽ കൺഫേം ചെയ്യാണ്, കൺഫർമേഷൻ, ഹോളി സാക്രമെന്റ് ഓഫ് ഹോളി കൺഫർമേഷൻ. അയാൾ കൺഫേം ചെയ്തുകൊണ്ട് അയാൾ പൂർണ്ണമായും ക്രിസ്തുവിന്റെ സഭയിൽ അംഗവും ക്രിസ്തുവിന്റെ പടയാളിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഉറപ്പിക്കുന്നു, മുദ്ര സീൽ ചെയ്യുക. രാജാവ് മുദ്ര പതിപ്പിച്ച് അയാളെ സ്വന്തമാക്കും നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്, തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ അയാൾ ക്രിസ്തുവായി, ആൾട്ടർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കണമെന്ന മുദ്ര അയാളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുകയാണ്, ആത്മാവിൽ പതിപ്പിക്കുകയാണ്, ഹൃദയത്തിൽ ആത്മാവിൽ പതിപ്പിക്കുകയാണ്. ഇത് മൂന്നുമാണ് ഇങ്ങനെ സാക്രമെന്റൽ സീൽസ് ഉള്ള കുദാശകൾ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഓർക്കണം, ഈശോ ഒരു നാണയത്തിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആ നാണയത്തിലെ രൂപവും ലിഖിതവും ആരുടേത്, അതിന്റെ മുദ്ര ആരുടേതെന്നാണ് അർത്ഥം. രൂപവും ലിഖിതവും ആരുടേത്? അത് സീസറിൻ്റെത്. കൊടുത്തേരെ,
സീസണുള്ള സീസണിന് കൊടുക്കുക. പക്ഷെ ദൈവത്തിന്റെ മുദ്ര പതിപ്പിക്കപ്പെട്ടത് ദൈവത്തിനുള്ളതാണ്. അപ്പോ ഈ മുദ്ര പതിച്ച് കിട്ടുന്നത് ദൈവം സ്വന്തമാക്കിയവൻ എന്നാണ് അതിനർത്ഥം. ദൈവം സ്വന്തമാക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ മുദ്ര നമ്മൾ പതിപ്പിക്കപ്പെടുന്നത്. അത് ജ്ഞാനസ്നാനത്തിലൂടെ പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥൈര്യത്തിലൂടെ പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പൗരോഹിത്യത്തിലൂടെ വീണ്ടും പതിപ്പിച്ച് കിട്ടുന്നുണ്ട്. അത് കുറച്ച് പേർക്ക് മാത്രം, അത് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രം. പക്ഷെ ബാക്കി രണ്ടെണ്ണം എല്ലാ ക്രൈസ്തവർക്കും പതിപ്പിക്കപ്പെട്ട് കിട്ടുന്നതാണ്, അവരുടെ ആത്മാവിൽ മുദ്ര ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോ അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിൻ്റെ മുദ്ര വെക്കുകയാണ്. ഈശോയുടെ സാക്ഷ്യം സ്വീകരിച്ച് ഈശോ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, മനസ്സറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ, അതിനൊത്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ അംഗീകാര മുദ്ര നമ്മുടെ ആത്മാവിൽ നമ്മൾ പതിക്കുകയാണ്, സാക്രമെന്റ് സീൽ. അപ്പോൾ അത് എല്ലാവരിലും കൂദാശകളിലൂടെ പതിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് കുറെ കൂടി അർത്ഥവത്താകുന്നത് ഈശോയിലുള്ള വിശ്വാസം അവർക്ക് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. അതിന്റെ പൂർണ്ണതയാണ് സൈൽ ലെവൽ എന്ന് പറയുന്നതൊക്കെ. ഇതിങ്ങനെ ആത്മാവിലൊരു മുദ്ര പതിച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം എന്നുള്ള ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു ക്രൈസ്തവനാണെന്ന് പറയുമ്പോൾ ദൈവം സ്വന്തമാക്കിയ ഒരു ആത്മാവ്, ദൈവം സീല് ചെയ്ത ഒരാത്മാവ് നമുക്കുണ്ട് എന്നാണ് ഈ കുദാശയുടെ ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. വാക്യം ഓർത്തിരിക്കുക, യോഹന്നാൻ 3:33 അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വെക്കുന്നു. ആ മുദ്ര, ദൈവത്തിന്റെ സീലിനെ കുറിച്ച്, ദൈവത്തിന്റെ മുദ്രയെക്കുറിച്ച് ബോധമുള്ളവരായി ജീവിക്കാം. ദൈവം സ്വന്തമാക്കിയതാണ് എന്നതാണ് ആ മുദ്രയുടെ അർത്ഥമെന്ന് മനസ്സിലാക്കി ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.